ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ടോണിയും ഷെറിനും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഷെറിൻ പറയുന്നുണ്ട്, ടോണിയെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ ഇട്ടേച്ച് പോവല്ലേ ടോണിച്ച, എന്നെയും കൂടെ കൊണ്ടുപോകണേ, എന്നെ കൂടെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം ഷെറിൻ പറയുന്നുണ്ട്. ടോണി അങ്ങനെ തന്നെ നിൽക്കുകയാണ്, വിഷമത്തോടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ലാസ്റ്റ് ടോണി ഷെറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പുറത്ത് രേവതിയും ത്രേസിയും മാമച്ചനും കൂടെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. ടോണി വിളിച്ചിട്ട് പോകാമെന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന്. അപ്പോൾ ത്രേസി പറയുന്നുണ്ട്, വേണ്ട, നമുക്ക് പരിചയമില്ലാത്ത നാടല്ലേ, അതുകൊണ്ട് നമ്മൾ ആയിട്ട് പുറത്തിറങ്ങണ്ട, ടോണി വിളിച്ചാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ജീപ്പ് വരികയാണ്. അതിൽ ഷെറിൻ്റെ ഏട്ടനും അപ്പച്ചനും കൂടെ വരികയാണ്. വന്നിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കാറ് കിടക്കുന്നത് കാണുമ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, ഇത് ആരുടെ കാറാണ്? ടോണിയുടെ കാറ് പോലെ ഉണ്ടല്ലോ, ടോണി വന്നിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോയിട്ട് ടോണിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് നിൻ്റെ ഉദ്ദേശം? നീ എന്തിനാ അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്? അവളെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ നീ, പിന്നെയും നീ എന്തിനാ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടോണി പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചു തന്നത് ഷെറിനെ മാത്രമല്ലേ, കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എന്താ കുട്ടിയെ ഗിഫ്റ്റായിട്ട് ആ കുട്ടിയെ കൂടെ എനിക്ക് തരാമായിരുന്നല്ലോ എന്ന് ടോണി ഷെറിൻ്റെ അപ്പച്ചനോടും ചേട്ടന്മാരോടും പറയുന്നുണ്ട്. അവർ ദേഷ്യത്തോടെ ടോണിയോട് സംസാരിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോണം, നീ അവളെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, അതുകൊണ്ട് ഇനി നീ അവളുടെ കാര്യം അന്വേഷിക്കേണ്ടതില്ല. കുട്ടിയുടെ കാര്യം എന്തിനാണ് നീ അറിയുന്നത്? ഷെറിനെ മാത്രം അറിഞ്ഞാൽ പോരെ നീയെ? അപ്പോൾ ടോണി പറയുന്നുണ്ട്, ഒരു കുട്ടിയുള്ള പെണ്ണിനെ എൻ്റെ തലയിൽ വെച്ച് കെട്ടി തന്നിട്ട് നിങ്ങൾ ഒരുപാട് ഡയലോഗൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഷെറിൻ്റെ ചേട്ടന്മാരോടും അപ്പച്ചനോടും ടോണി ചൂടാവുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് വർത്തമാനമൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അപ്പച്ചനും ചേട്ടന്മാരും ടോണിയുടെ അടുത്ത് പറയുന്നുണ്ട്, കുട്ടി എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഫനേജിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അന്വേഷിച്ച് നോക്കും, എന്നിട്ട് അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിന് കേസ് കൊടുക്കും, എന്നിട്ട് പിന്നെ കോടതിയിൽ വെച്ചായിരിക്കും അടുത്ത മീറ്റിംഗ് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ടോണി പോകുന്നുണ്ട്. ടോണി പോയതറിയാതെ ഷെറിൻ റൂമിൽ ഡ്രസ്സെല്ലാം മടക്കി വെച്ച് ടോണിയുടെ കൂടെ പോകാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. പാക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ടോണിയെ കാണുന്നില്ല. ആൻസി പറഞ്ഞു, ടോണി പോയല്ലോ, നേരത്തെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൂട്ടാൻ വന്നതല്ലേ, ടോണിച്ചിന് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ വന്നത് എന്ന് പറഞ്ഞിട്ട് ഷെറിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനും ചേട്ടന്മാരും വന്ന് അവളെ വഴക്ക് പറയുന്നുണ്ട്, നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതല്ല, അവൻ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്, അകത്ത് കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഷെറിൻ ആകെ കരഞ്ഞ് ഉള്ളിലേക്ക് കയറി പോവുകയാണ്. വൈജയന്തി റൂമിലിരിക്കുമ്പോൾ മക്കൾ കയറി വരുന്നുണ്ട്. എന്താ എല്ലാവരും കൂടെ റൂമിലേക്ക് കയറി വരുന്നത്? എന്നാൽ പിന്നെ മീഡിയക്കാരെ കൂടി വിളിക്കായിരുന്നില്ലേ എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടത് രോഹി പറയുന്നുണ്ട്, മീഡിയക്കാരെല്ലാവരും വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണം. എന്നാൽ പിന്നെ അലീനയെ കൂടി വിളിക്കായിരുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും അലീന റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ഇവളെന്തിനാ എങ്ങോട്ട് കയറി വന്നത് എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ചൂടാവുകയാണ്. അപ്പോൾ ഞാൻ പോകാം, എനിക്ക് കുറച്ച് സമയം വേണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് അലീന പറയുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ കുറേ കാലമായി ഈ ഡയലോഗും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്, നീ അവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ മക്കൾ പറയുന്നുണ്ട്, എന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ, ഇത് എൻ്റെ തറവാടാണ്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.